നമസ്കാരം. ദ പാത്ത് ഇസ് എ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർ മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ജീവിതം എന്നുള്ള ഈ പഠനത്തിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈമറി ക്ലാസ്സുകളിൽ എന്താണ് നമ്മൾ ശരിക്കും പഠിക്കേണ്ടത്, അതിനുശേഷം നമ്മളിനി ഹയർ സെക്ഷൻസിലേക്ക് കടക്കുമ്പോൾ എന്തായിരിക്കണം നമ്മുടെ സമീപനം. അപ്പോൾ ബേസിക്കായിട്ടുള്ള ജീവിതത്തിൻ്റെ അച്ചടക്കം നമുക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടാവണം പ്രൈമറി ക്ലാസ്സസ് കഴിയുമ്പോഴേക്കും. അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒരു പൊതുസ്ഥലത്ത് എങ്ങനെയാണ് പെരുമാറുക, വേദനിപ്പിക്കാതെ സംസാരിക്കണം, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കരുത്, തൻ്റെ ഡ്യൂട്ടീസ് ഡിസ്റ്റർബ് ചെയ്യാണ്ട് ചെയ്യാൻ പഠിക്കണം. രാവിലെ എണീക്കുക, കുളിക്കുക, വൃത്തിയാവുക, യൂണിഫോം വൃത്തിയാക്കി വയ്ക്കുക, സ്കൂളിലെ നിയമങ്ങൾ പാലിക്കുക, ഗുരുനാഥന്മാരെയും അതുപോലെ തന്നെ എൽഡേഴ്സിനെയും എല്ലാം ബഹുമാനിക്കുക, സുഹൃത്തുക്കളോട് നല്ല രീതിയിൽ പെരുമാറുക. ഇതൊക്കെയാണ് പഠിക്കാനുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഷെയർ ചെയ്ത് പഠിക്കണം. നമുക്കുള്ള അറിവുകൾ നമ്മൾ ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന അറിവുകളെ നമ്മൾ സ്വീകരിക്കാനും അതിലൂടെ നമ്മൾക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാനും സാധിക്കണം. അപ്പോൾ ഇത്രയും കഴിയുമ്പോഴേക്കും ഒരു കാര്യം തെളിഞ്ഞു വരും. ശരിക്കുള്ള വളർച്ച എൻ്റെ മാറ്റമാണ് എന്ന് മനസ്സിലായിട്ടുണ്ടാവണം. പുരാണ കാലത്തിൽ ഉപനയനം എന്നുള്ളൊരു കർമ്മം ഉണ്ടായിരുന്നു. ഗർഭാഷ്ടകം. 8 വയസ്സ് കഴിയുമ്പോൾ ഒരു ഗുരുനാഥൻ്റെ അടുത്ത് പോയിട്ട് ഉപനയനം നടത്തുന്നു. ഉൾക്കണ്ണ് തുറക്കുക എന്നാണ് ഉപനയനത്തിൻ്റെ അർത്ഥം. അതിപ്പോൾ ഒരു ആചാരമായിട്ട് തുടരുന്നുണ്ട്. ഒരു പൂണൂലിട്ട് കൊടുക്കും, ഒരു കമ്മ്യൂണിറ്റിക്ക് മാത്രം. അപ്പോൾ കല്യാണം കഴിക്കണമെങ്കിൽ ഉപനയനം കഴിയണം എന്നുള്ള ഒരു ചിന്ത കാരണം ചിലർ പ്രായമായിട്ടും ഉപനയനം കഴിഞ്ഞില്ലെങ്കിൽ ഉപനയനം കഴിഞ്ഞ് പിറ്റേ ദിവസം കല്യാണം കഴിക്കും. അപ്പോൾ അതൊരു ആചാരമായി. അതുപോലെ തന്നെ പൂണൂൽ അഴിച്ചു വെച്ചിട്ട് പിന്നെ എന്ത് ചെയ്യാം? വേണമെങ്കിൽ നോൺ വെജിറ്റേറിയൻ കഴിക്കാം, മദ്യപിക്കാം. പൂണൂൽ ഇട്ടാൽ നമുക്കിതൊരു ഉന്നത സ്ഥാനം കിട്ടിയെന്നൊരു തോന്നൽ വന്നിട്ടുണ്ട്. ദുഷ്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾക്ക് സെൽഫിഷായിട്ട് ചിന്തകൾ വരുമ്പോൾ, സമ്പത്തിലേക്ക് ആകർഷണം വരുമ്പോൾ, സ്ഥാനങ്ങൾക്ക് ആകർഷണം വരുമ്പോൾ അതിനൊന്നും
ഉൾക്കണ്ണ് തുറന്നിട്ടില്ല എന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് കാണാം അങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ ക്ഷേത്രങ്ങളിലും പള്ളികളിലുമൊക്കെ. ഉൾക്കണ്ണ് തുറക്കാതെ ഒരു ജാതിക്ക് മാത്രം ഉള്ളതാണ് ഈ ഉപനയനം എന്നുള്ളൊരു തെറ്റിദ്ധാരണ വന്നിരിക്കുന്നത്. ഉപനയനം എന്ന് പറഞ്ഞാൽ ക്രമേണ നമ്മുടെ ഉള്ളിൽ പഠിക്കുന്നതിലൂടെ കടന്നു വരേണ്ട ഒരു കാര്യമാണ്. 8 വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും ഒരു കുട്ടിക്ക് തിരിച്ചറിവുണ്ടാവണം. സ്വഭാവമാറ്റമാണ് പ്രധാനം, എൻ്റെ ബെറ്റർമെൻ്റാണ് പ്രധാനം. അപ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന അനുഭവങ്ങളൊക്കെ എന്നെ കൂടുതൽ നന്മയിലേക്ക് ഉയർത്തണം, എല്ലാവരും സ്നേഹിക്കുന്ന തരത്തിലേക്ക് ഉയർത്തണം, എല്ലാ സമയത്തും ബാലൻസ്ഡ് ആയിട്ട് രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കണം, താൻ അറിയുന്ന കാര്യങ്ങൾ നിസ്വാർത്ഥമായിട്ട് നൽകാൻ സാധിക്കണം, അതിനുള്ള മാതൃകകളായി മാറണം. ഇത്രയും മനസ്സിലായി കഴിഞ്ഞാൽ മാത്രമേ പ്രൈമറി ക്ലാസ് കഴിഞ്ഞു എന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ. അല്ലെങ്കിൽ പിന്നെ അവിടെ തന്നെ കിടക്കണം. ചിലപ്പോൾ ശരീരം വലുതായിട്ടുണ്ടാവും, ഡിഗ്രി എടുത്തിട്ടുണ്ടാവും, ഒരു ഉപനയനം നടന്നിട്ടില്ല. അപ്പോൾ ഇതൊരു കർമ്മം എന്നുള്ള രീതിയിൽ, ബാഹ്യമായുള്ള കർമ്മം എന്നുള്ള രീതിയിലില്ല, ആന്തരികമായിട്ടുള്ള ഒരു ഉണർവ് എന്നുള്ള രീതിയിലാണ് മനസ്സിലാക്കേണ്ടത്. 8-10 വയസ്സ് കഴിയുമ്പോഴേക്കും അത് സംഭവിച്ചിട്ടുണ്ടാവും. എങ്കിൽ മാത്രമേ ആ കുട്ടി എലിജിബിൾ ആവുന്നുള്ളൂ ഹയർ ക്ലാസ്സിലേക്ക്, 10ാം ക്ലാസ്സിലേക്കും +2ലേക്ക് പ്രവേശിക്കാൻ തയ്യാറാവുന്നുള്ളൂ. അതുവരെ അത് സംഭവിക്കാൻ തന്നെ പാടില്ല എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ഉണ്ടാകുന്ന വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പഠിക്കും തോറും അറിവ് കൂടുന്നു, ഈഗോ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഈഗോ കുറഞ്ഞ് നന്മ പ്രകടമാവേണ്ട സ്വഭാവം, അതാണ് നമുക്ക് കാണേണ്ടത്. അത് സംഭവിച്ചിരുന്നെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള മോറൽ എഡ്യൂക്കേഷൻ ക്ലാസ്സസും അതുപോലെ തന്നെ പ്രത്യേക രീതിയിലുള്ള സ്പിരിച്വൽ ഡിസ്കഷൻസും ഇതൊക്കെ അവോയ്ഡ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇതൊക്കെ നിത്യജീവിതത്തിൽ നമുക്ക് വേണ്ടത്, അതിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ട കാര്യമാണ്. ഒരു ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം മനസ്സിൻ്റെ ഉയർച്ചയാണ് എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞാൽ മനുഷ്യനൊരു ഇൻ്റഗ്രേറ്റഡ് പേഴ്സണാലിറ്റി ആയിട്ട് മാറുകയാണ്. അവനെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല, നല്ലത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല, സത്യം പറയണമെന്ന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല, സ്നേഹിക്കണമെന്ന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അത് അവരുടെ സ്വഭാവമായിട്ട് മാറുന്നു. അപ്പോൾ ഈ തരത്തിലൊരു ചേഞ്ച് ഉള്ളിൽ സംഭവിക്കാൻ തുടങ്ങണം. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇനിയും ഉയരേണ്ട ആവശ്യമുണ്ട്, മനുഷ്യത്വത്തിലേക്ക് വരേണ്ട ആവശ്യമുണ്ട്, ഹ്യൂമെയിനെസ്സിലേക്ക് വരേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ വീട്ടിലുള്ള കൂടെയുള്ളവരോടും ജീവജാലങ്ങളോടും ചെടികളോടും മരങ്ങളോടും എല്ലാം നല്ല രീതിയിൽ പെരുമാറുന്നു, പൊല്യൂഷൻ ചെയ്യുന്നില്ല. ഇതൊന്നും ഈ തരത്തിലൊരു മനുഷ്യൻ ചെയ്യില്ല. അപ്പോഴാണ് ഒരു കുട്ടി അടുത്ത ലെവലിലേക്ക് കടക്കാൻ തയ്യാറാവുന്നത്. അപ്പോഴാണ് ബ്രഹ്മചര്യം എന്നുള്ള ആ സ്റ്റേറ്റ് എത്തിച്ചേർന്നുള്ളൂ. അതിനുശേഷം വിവാഹം തന്നെ കഴിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിവാഹത്തിന് എത്രയോ മുമ്പെയാണ് ബ്രഹ്മചര്യം. ബ്രഹ്മത്തിലേക്കാണ് താൻ ചലിക്കുന്നത്, നന്മയിലേക്കാണ് താൻ ഉയരുന്നത് എന്നുള്ള ആ ബോധം ഉള്ളിൽ വരാനാണ് ശരിക്കും എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മളെ ഹെൽപ്പ് ചെയ്യേണ്ടത്. ബാക്കിയുള്ളതെല്ലാം ഇല്ലാതെയാവും, പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടാവും. എത്ര അറിവുള്ള ആളായാലും പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നുപോയിണ്ടാവും. പ്രായമുള്ള ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈമറി ക്ലാസ്സിൻ്റെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചവർ എനിക്ക് ഓർമ്മയില്ലടാ എന്നല്ലേ പറയുള്ളൂ. ആ ലൈനിൽ കുറേ കാലം വർക്ക് ചെയ്താലേ അതൊക്കെ ഓർമ്മയുണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് നഷ്ടപ്പെട്ടു എന്നാണ് അർത്ഥം. പഠിക്കേണ്ടത് പഠിക്കുക എന്നുള്ളതിന് പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ ഈ അറിവുകളൊക്കെ എന്നെ ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷനിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ് മനസ്സിലാക്കി കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ സിസ്റ്റം ശരിക്കും ഉപയോഗപ്രദമായി എന്ന് വേണം മനസ്സിലാക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. ഇനിയും നമുക്ക് ഈ ഡിസ്കഷൻ തുടരാം. അടുത്ത സെഷൻ വരെ വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം.